ഹലോ, നമസ്കാരം. നമുക്ക് നല്ല ഒരു താളി ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഞാൻ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു താളിയാണ്. എങ്ങനെയാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, നന്നായിട്ട് നമ്മൾ ചെമ്പരത്തി ഇലയാണ് എടുക്കുന്നത്. ചെമ്പരത്തി ഇല നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ മാക്സിമം ചെമ്പരത്തി പൂവ്, അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ മൊട്ടും ഒക്കെ എടുക്കാൻ നോക്കുക. അതിനകത്ത് ഒരു തുളസി ഇല, കുറച്ച് തുളസി ഇല തരുമോ? എൻ്റെ മോൻ ഇങ്ങനെ തുളസി ഇല എല്ലാം കഴുകിക്കൊണ്ട് വന്നേക്കാണ്. അങ്ങനെ നന്നായിട്ട് ഒരു പിടി തുളസി ഇലയും ഇട്ടതിന് ശേഷം നന്നായിട്ടത് ആട്ടി അതിൻ്റെ ജ്യൂസായിട്ട് എടുക്കുക. കാര്യം അത് അരിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ പറ്റിക്കഴിഞ്ഞാൽ അത് പോകില്ല. നന്നായിട്ട് ആട്ടി അതിൻ്റെ ജ്യൂസ് അരിച്ചെടുക്കുക. സ്കാൽപ്പിൽ ഇച്ചിങ് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഫംഗൽ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒക്കുമെങ്കിൽ അതിനകത്ത് ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് 20 മിനിറ്റ് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വിടുക. വേറെ സ്പെഷ്യൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട. നല്ല സ്മൂത്ത് ആൻഡ് ക്ലിയർ സ്കാൽപ്പും ആവും, ഹെയറും അതേപോലെ നല്ല സ്മൂത്ത് ആയി കിട്ടും. അപ്പം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിക്സിയിൽ ആട്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. ഒട്ടും തരി മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഡാൻഡ്രഫ് പോലൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതിൻ്റെ പൊടിയാണത്. ഈ ചൂട് സമയത്ത് നമുക്ക് സ്കാൽപ്പ് നല്ല ക്ലിയർ ആക്കാനും അതേപോലെ തന്നെ ഇച്ചിങ്ങിനാണെങ്കിലും ഡാൻഡ്രഫ് മാറാനും ഒക്കെ ഈ ഒരു താളി നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തിയും തുളസിയും നന്നായിട്ട് നമ്മൾ ആട്ടിയെടുത്ത് അരിച്ചെടുത്തതാണ്. അതിനകത്ത് ഞാൻ ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്കാൽപ്പിലൊന്ന് അപ്ലൈ ചെയ്യാം. സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട്, അതേപോലെ തന്നെ ഹെയറിലും എല്ലാം. അയ്യോ, അങ്ങനെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിടാം. നമുക്ക് ഇച്ചിങ് ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. യോ, മതി മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.